ഡിപ്രഷനിലാണ്, നിങ്ങളുടെ പാട്ട് ആശ്വാസമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത് ക്ഷണിച്ചിട്ടല്ലെന്ന് നന്ദഗോവിന്ദം. രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് പാലക്കാട് ഉണ്ടായിരുന്നു. തങ്ങളുടെ എല്ലാ പരിപാടിക്കും അവിടുത്തെ MLA അല്ലെങ്കിൽ MP അങ്ങനെ ആരെങ്കിലും പങ്കെടുക്കാറുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട്ടെ പരിപാടിക്ക് തങ്ങൾ ക്ഷണിച്ചിരുന്നില്ല എന്നും നന്ദഗോവിന്ദം ഭജൻസിലെ നവീൻ മോഹൻ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ എക്സ്പ്രസ് ഡയലോഗ്സിൽ സംസാരിക്കുകയായിരുന്നു നവീൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കേസിന്റെ സമയത്ത് നിങ്ങളുടെ ജനപ്രീതി ഉപയോഗിച്ച് ഒരു റീ എൻട്രിക്ക് ശ്രമിച്ചു എന്നൊരു സംസാരം ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തോടെ പ്രതികരിക്കുകയായിരുന്നു നവീൻ. ഞങ്ങളുടെ എല്ലാ പരിപാടിക്കും അവിടെയുള്ള MLA MP അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ വരാറുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് പാലക്കാട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ നമ്മൾ ക്ഷണിച്ചിട്ട് വന്നതല്ല. പക്ഷെ അദ്ദേഹം നമ്മുടെ പരിപാടിക്ക് വന്നു, കണ്ടു, പോയി. ഞങ്ങളുടെ ജനപ്രീതിയെ അദ്ദേഹം ദുരുപയോഗം ചെയ്തതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ആ പരിപാടിക്ക് അദ്ദേഹം വരാൻ കാരണമായി ഞങ്ങളോട് പറഞ്ഞത് ആ സമയത്ത് അദ്ദേഹം ഒരു ഡിപ്രഷനിലൂടെ കടന്നു പോവുകയായിരുന്നു എന്നാണ്. വല്ലാത്ത ഒരു മാനസിക ബുദ്ധിമുട്ടിലായിരുന്നുവെന്നും ആ സമയത്തെ ഞങ്ങളുടെ പാട്ട് അദ്ദേഹത്തിനൊരു ആശ്വാസമായി എന്നുമാണ്. അതുകൊണ്ട് പരിപാടി ലൈവായി കണ്ടറിയാനാണ് പാലക്കാട് നടന്ന ഭജൻ കണക്റ്റിൽ വന്നത് എന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്. നവീൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു നന്ദഗോവിന്ദം ഭജൻസിന്റെ ഭജൻ കണക്റ്റ് പാലക്കാട് നടന്നത്. നമ്മുടെ ഈ ലോകത്ത് ജനിച്ച ഒരു മനുഷ്യനും ബലഹീനത ഇല്ലാത്തവരായി ആരുമില്ല, എല്ലാവർക്കും ഉണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അറിയാതെ തെറ്റുകൾ ചെയ്തു പോകും. നമ്മളൊക്കെ ചിന്തിക്കും നമ്മൾ എപ്പോഴും നല്ല ശരിയായിട്ട് ജീവിക്കണമെന്ന്. പക്ഷേ നമ്മൾ ചില കേസുകൾ ആരെങ്കിലും പ്രേമിക്കുന്നത് തെറ്റല്ലല്ലോ. ഇവിടെ ഇപ്പം രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം ഒരു MLA ആയതുകൊണ്ടും അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ടും ഒക്കെയാണ് അദ്ദേഹം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ അറിയാത്ത എത്രയോ ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പോഴിരിക്കുന്ന പല MLA മാരും പല പാർട്ടിയിലുള്ള ആൾക്കാരും ഒക്കെ ഏതെല്ലാം സ്ത്രീകളുടെ കൂടെ പോകുന്നു, സെക്സ് ചെയ്യുന്നു എന്ന് നമ്മൾ അറിയുന്നുണ്ടോ? അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഇപ്പം ഇങ്ങനെ വെളിച്ചത്ത് വന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും അറിഞ്ഞു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുമായിട്ട് സ്നേഹത്തിലാകുന്നു. അത് ജീവിതമല്ലേ. ചിലപ്പോൾ നമ്മൾ സെക്സ് ചെയ്തെന്നൊക്കെ ഇരിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യന്റെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ അറിയാതെ സംഭവിച്ചു പോകുന്ന ചില പല കാര്യങ്ങളും ഉണ്ട്. തെറ്റ് ചെയ്യാത്ത മനുഷ്യർ ആരെങ്കിലും ഉണ്ടോ? യേശുക്രിസ്തു എന്താണ് പറയുന്നത്? നിങ്ങളിൽ ആരെങ്കിലും പാപം ചെയ്യാത്തവർ ഇവൾ കല്ലെറിയട്ടെ എന്നല്ലേ പാപിനിയായ സ്ത്രീയെ കുറിച്ച് പറഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആരും തെറ്റ് ചെയ്തിട്ടില്ലേ? ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്തവരെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ആൺകുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ പ്രേമിക്കാത്തവരായിട്ട് ആരുണ്ട്? നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ അദ്ദേഹം ഒരു തെറ്റ് ചെയ്തു, അല്ലെ 2 തെറ്റ് ചെയ്തു, അദ്ദേഹം അത് തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിക്കുന്നു. തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടികൾ അദ്ദേഹം അവരുടെ സമ്മതത്തോടെ ഉഭയകക്ഷി ബന്ധപ്രകാരമാണ് സെക്സ് ചെയ്തേക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിന് വേണ്ട ഒരു അത്യാവശ്യ സംഭവമാണല്ലോ സെക്സ് എന്ന് പറഞ്ഞാൽ, വലിയ പ്രാധാന്യം കൊടുക്കുന്നുമുണ്ട്. പക്ഷെ വിവാഹം കഴിഞ്ഞിട്ടാണ് സെക്സ് ചെയ്താൽ തെറ്റില്ല എന്ന് മനുഷ്യൻ പറയുന്നു. പക്ഷേ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു ശാരീരിക ആവശ്യമാണ്, പ്രധാനപ്പെട്ട ഒരു നീഡാണ് ജീവിതത്തിൽ സെക്സ്. പെൺകുട്ടികളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ സെക്സ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ആൺകുട്ടികൾ തന്നെയാണ്. അത് ദൈവം അവരെ അങ്ങനെ സൃഷ്ടിച്ചു വെച്ചേക്കുകയാണ്. നമുക്ക് അവരെ തെറ്റു പറയാൻ പറ്റുമോ? ഇവിടെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേഴ്സണൽ ലൈഫ് എടുത്താണ് നമ്മൾ ഇവിടെ ഒരുപാട് പേര് കളിച്ചത്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് അദ്ദേഹത്തിന് മാത്രമായിട്ടുള്ളതാണ്. അതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇങ്ങനെ ഒരു കേസോ കാര്യങ്ങളോ ഒക്കെ ആരൊക്കെയോ എന്തൊക്കെയോ നിർബന്ധിച്ച് കൊടുപ്പിച്ചതാണ് ആ പെൺകുട്ടിയെ കൊണ്ട്. ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്ന എന്താണ്? ആ പെൺകുട്ടി ഇപ്പൊ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഒരു കേസിനും പോകണ്ടായിരുന്നെന്ന്. ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നല്ലോ. അപ്പൊ ആ ഡിപ്രഷൻ സമയത്ത് നമ്മൾ സ്പിരിച്വലായിട്ട് എന്തെങ്കിലും കേൾക്കാൻ ശ്രമിക്കും. നമ്മൾ പ്രാർത്ഥനകൾ കേൾക്കും, പാട്ടുകൾ കേൾക്കും, ഭജൻസ് കേൾക്കും. നമ്മളെ എല്ലാ മതവിശ്വാസത്തിലുള്ള എല്ലാം നമുക്ക് ഡിപ്രഷന് ഹീലിംഗ് തരുന്ന ഒരു പ്രാർത്ഥനകളാണ്. അത് ഹിന്ദു മതമായാലും മുസ്ലിം മതമായാലും ക്രിസ്ത്യൻ മതമായാലും എല്ലാവരുടെയും പ്രാർത്ഥനയിൽ നമ്മളെ ഹീല് ചെയ്യും. അതായത് ഖുർആൻ വായിക്കുന്നത് വഴി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മഹത്വം കിട്ടുന്നു. ബൈബിൾ വായിക്കുന്നത് വഴി നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മളെ ശുദ്ധീകരിക്കുന്നു. നമ്മൾ ഭഗവത്ഗീതയും ഒക്കെ വായിക്കുന്നത് വഴി, നമ്മൾ കീർത്തനങ്ങൾ ആലപിക്കുന്നത് വഴി, ഭജൻസ് നമ്മൾ ഇങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നന്ദഗോവിന്ദൻ ഭജൻസ് ഒക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് ലയിച്ചു പോകും. ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്, പക്ഷെ എനിക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ആഗ്രഹമാണ്. ആ കുട്ടികളുടെ പാട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും മനസ്സിന് വിഷമമുള്ള സമയത്തോ നമ്മളല്ലെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്തും ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര റിലാക്സേഷൻ ഉണ്ടാകും. കിടക്കാൻ പോകുന്ന സമയത്ത് ഇത് കേൾക്കാം, നല്ല റിലാക്സേഷനാണ്. ഇപ്പം
നമ്മളെ ക്രിസ്ത്യാനികൾ എവിടെല്ലാം ധ്യാനം വെക്കുന്നു, മാതാവിനോട് പ്രാർത്ഥിക്കുന്നു, എന്തുമാത്രം അന്യജാതി മതസ്ഥരുണ്ട്. ഇപ്പൊ ഇവരെല്ലാം നമ്മൾ ജാതിയോ മതമോ ഒന്നും നോക്കുന്നില്ല. പിന്നെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പശ്ചാത്തപിക്കാൻ അവസരം കൊടുക്കണം. മനുഷ്യൻ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ആ തെറ്റ് തിരിച്ചറിഞ്ഞ് അവൻ പശ്ചാത്തപിച്ച് നേരായ പാതയിലേക്ക് വരുമ്പോഴാണ് അവൻ യഥാർത്ഥ മനുഷ്യനാകുന്നത്. രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് എന്താണ്? ഞാൻ ഡിപ്രഷനിലായിരുന്നു. ഇവരുടെ ഈ ഭജൻസ് കേട്ട ആ സമയത്ത് ആ ഡിപ്രഷനിൽ നിന്ന് ഞാൻ മോചിതനായി. എനിക്ക് ഒരുപാട് ഡിപ്രഷൻ ഫീലിങ്സ് എല്ലാം മാറിക്കിട്ടി, റിലാക്സേഷൻ കിട്ടി, നല്ല മൂഡ് കിട്ടി. അദ്ദേഹം പറയുന്ന അത് അങ്ങനെയാണ് ആ ഭജൻസ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. രാഹുൽ മാങ്കൂട്ടം വളരെയധികം ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നല്ലോ ആ കേസും കാര്യങ്ങളൊക്കെ വന്ന സമയത്തെ. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്താ വോയിസ് ഒക്കെ പുറത്തോട്ട് വന്ന സമയത്തൊക്കെ ആൾക്കാർക്കെല്ലാം വിഷമം ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഇവരുടെ ഭജൻസ് കേട്ടാണ് ആ ഒരു റിലാക്സേഷൻ മൂഡ് അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹം പിന്നീട് ഇവരുടെ പരിപാടികളൊക്കെ കാണും. അതിനെന്താ തെറ്റ്? രാഹുൽ മാങ്കൂട്ടത്തിന് പരിപാടിക്ക് കൂടാൻ വയ്യേ? സമൂഹത്തിൽ ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ അവനെ തള്ളിക്കളയാതെ അവനെ ചേർത്ത് നിർത്തണം. തെറ്റാർക്കും സംഭവിക്കാം. ആ തെറ്റിനി ആവർത്തിക്കാതിരിക്കാനാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടത്. പക്ഷെ എന്ന് പറഞ്ഞാൽ എല്ലാ തെറ്റുകൾക്കും നമുക്ക് മാപ്പ് കൊടുക്കാൻ പറ്റാത്തതായിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമ്മളിപ്പോ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ ജീവിതം നശിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. അവിടെയൊക്കെ നമുക്ക് മാപ്പ് കൊടുക്കാൻ കുറച്ച് പാടാണ്. പക്ഷെ ഇവരുടെയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് വേറെയല്ലേ. അവരൊക്കെ കാണിക്കുന്ന വൃത്തികേടുകളെയാകും. ആ വൃത്തികേടുകളാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് അവരൊക്കെ ഇപ്പൊ അന്തസ്സായിട്ട് ഞെളിഞ്ഞ് അതിലേക്ക് നടക്കും. അധ്യാപകരായല്ലേ, അവരെ ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മളിപ്പം എന്താ പറയുക, നിതിൻ രാജ് എന്ന് പറഞ്ഞ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം അവരുടെ കുടുംബം എന്തുമാത്രം വിഷമിക്കുന്നു. ആരാ ഇത് കാണാനുള്ളത്? രാഹുൽ മാങ്കൂട്ടം എന്ത് ചെയ്യുന്നു, എവിടെ പോകും നോക്കാൻ ആൾക്കാരുണ്ട്. ചുമ്മാ അതായത് അദ്ദേഹത്തെ പിടിച്ചു കഴിഞ്ഞാലേ വ്യൂസും കിട്ടും, ന്യൂസും കിട്ടും, ആൾക്കാരെ രണ്ടുപേർ അറിയുന്ന വ്യക്തിയാണല്ലോ, അതുകൊണ്ട് എന്തും ചെയ്യാം. ഇനിയെങ്കിലും ഈ മീഡിയക്കാരോടും നമുക്കെല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ അദ്ദേഹത്തെ വെറുതെ വിടുക. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം നന്നായിട്ട് പ്രവർത്തിക്കുക, അദ്ദേഹത്തെ അനുവദിക്കുക. അദ്ദേഹം ഒരുപാട് കഴിവുള്ള വ്യക്തിയാണ്. രാഷ്ട്രീയം നന്നായിട്ട് കൊണ്ടുപോട്ടെ. സംഭവിച്ചു, പാസ്റ്റ് ഇസ് പാസ്റ്റ് എന്ന് പറയും. ഇതൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്സുകളാണ്, ജീവിതത്തിൽ സംഭവിച്ചു പോകാവുന്ന മിസ്റ്റേക്സുകളാണ്. ചെറുപ്പക്കാരനല്ലേ, സംഭവിച്ചു പോയി. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ എത്രയോ പേരുണ്ട് ഇങ്ങനത്തെ തെറ്റുകൾ ചെയ്തിട്ട് ഇപ്പോഴും നല്ല ഇതിലെ കൂടെ ഒക്കെ നല്ല വീശി നടക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ വലിയ പ്രസംഗിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ള അപ്പൊ അവരെ ഒന്നും ആർക്കും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ തേടി പിടിച്ച് അദ്ദേഹം എവിടെ പോയി, എങ്ങനെ പോയി, എന്ത് ചെയ്യുന്നു, അദ്ദേഹം എങ്ങോട്ട് ഓടുന്നു, എവിടെ നടക്കുന്നു, ഇതൊക്കെ അന്വേഷിക്കാനാണോ? അതുകൊണ്ട് അദ്ദേഹം നന്ദഗോവിന്ദൻ ഭജൻസോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഗാനങ്ങളോ അല്ലെങ്കിൽ മറ്റു മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയോ എവിടെ പങ്കെടുത്താലും നമുക്ക് അതിനകത്തൊക്കെ ജനങ്ങൾ എന്തിനാ എതിര് പറയാൻ നിൽക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്? അദ്ദേഹം അതിലൂടെ അവർക്ക് എന്ത് പ്രശസ്തി നേടാനാണ്? ഇതാണ് മനസ്സിന് ഒരു സമാധാനം കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയി ഒരു പ്രാർത്ഥനയോ കീർത്തനമോ ഭജൻസോ ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആശ്വാസം തരുന്നെങ്കിൽ നമ്മൾ ആ കുട്ടികളെ വെച്ച് നമുക്ക് ആ കുട്ടികളോട് നന്ദിയല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം നല്ല ഏതു മനുഷ്യനാന്ന് പറഞ്ഞാലും അവരെ നമ്മൾ പശ്ചാത്തപിക്കാൻ അവസരം, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിക്കാൻ ഒരു അവസരം കൊടുത്ത് റിലാക്സേഷൻ മൂഡിലേക്ക് കൊണ്ടുവന്ന് അവരെ നല്ലൊരു മനുഷ്യരാക്കി നമ്മൾ സമൂഹത്തിന് വേണ്ടപ്പെട്ട ഒരാളാക്കി അവരെ വളർത്തിയെടുക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം നല്ലൊരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.